رمضان شوق القلب باد فعد بالله تشكو والتقينا. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബില്ലാഹ്. കേരളം അതിശക്തമായ ചൂടിലാണ്. നമ്മുടെ വ്രതവും വന്നെത്തിയിരിക്കുന്നു. സാഹസമുണ്ട്, പക്ഷേ വ്രതാനുഷ്ഠാനികൾ അവർ നോമ്പിൻ്റെ ആനന്ദത്തിലാണ്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. ഖബറിലെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ രാത്രിയുടെ ഇരുട്ടിൽ നിസ്കരിക്കണം. പരലോകത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ശക്തമായ ചൂടുകാലത്ത് നോമ്പെടുക്കണം. പ്രയാസ ദിവസത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ധർമ്മം ചെയ്യണം. അതെ, നമ്മുടെ ഈ ചൂടുകാലത്തെ വ്രതം നമ്മുടെ ഹൃദയത്തിൽ ഭക്തിയുണ്ടെങ്കിൽ, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന ഒരു അതിശക്തമായ ചൂടിന് പ്രതിരോധം. രാത്രിയുടെ നിസ്കാരം വിശുദ്ധ റമദാനാകുമ്പോൾ അത് അധികമാണല്ലോ. വിശ്വാസികൾക്ക് രാത്രിയുടെ സമയങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി നിസ്കാരം സമർപ്പിക്കുന്നത് വലിയ സന്തോഷവും ആഹ്ലാദമുള്ള കാര്യമാണ്. ദാനധർമ്മവും അങ്ങനെ തന്നെയാണ്. റമദാനാകുമ്പോൾ അതിന് വ്യാപനമുണ്ടാകും, വിശാലതയുണ്ടാകും. പാവങ്ങളെ സഹായിക്കുന്നതിൽ, ഭക്ഷണം നൽകുന്നതിൽ മറ്റു നാളുകളേക്കാളേറെ വിശ്വാസികൾക്ക് കൂടുതൽ ആവേശം വന്നു ചേരുന്ന ഒരു മഹത്തായ സന്ദർഭമാണ് വിശുദ്ധ റമദാൻ്റെ യാമങ്ങൾ. നമുക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങളോടുള്ള ഒരു ചോദ്യവും മറുപടിയും ഒന്ന് ശ്രദ്ധിക്കാം. ചോദ്യം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. ഇന്ന് നോമ്പെടുത്തവർ ആരുണ്ട്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ. ഇന്ന് ജനാസയെ അനുഗമിച്ചവർ ആര്? മറുപടി സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തന്നെ, ഞാൻ. ഇന്ന് സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തവർ അതാരാ? മഹാനവറും പറയണം, ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് രോഗികളെ സന്ദർശിച്ചവരോ? അതും മഹാൻ തന്നെ പറയുന്നു, രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. 4 പ്രാവശ്യവും അദ്ദേഹം ഈ മറുപടി പറഞ്ഞപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രതികരണം നോക്കുക. ഈ കാര്യങ്ങൾ ഒരാളിൽ ഒത്തുചേർന്നാൽ ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല. അതെ, അതിന് കിട്ടുന്ന പ്രതിഫലം സ്വർഗപ്രവേശനം. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വ്രതത്തോടൊപ്പം എന്തെല്ലാം സൽക്കർമ്മങ്ങളാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. എന്നാൽ ഏതാനും ദീർഘങ്ങളായി വിശുദ്ധ റമദാൻ്റെ വ്രതം മുന്നോട്ട് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചു, വ്രതത്തിൻ്റെ അകക്കാമ്പ് വ്രതശുദ്ധിയിലാണ്. വ്രതത്തിൻ്റെ ആത്മാവിനെ കണ്ടെത്തണം. വ്രതം പാഴാകുന്ന പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. ഇമാം ഫഖീർ റളിയല്ലാഹു അൻഹു ഇലാഹി ഭക്തിയെക്കുറിച്ച് പറയുന്ന ചില ഉദ്ധരണികൾ നമുക്ക് നോക്കാം. വ്രതം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ലഅല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയാണ്, മുത്തഖികളാകാൻ വേണ്ടിയാണ്, പടച്ചവനെ ഭയപ്പെടാൻ വേണ്ടിയാണ്. എന്നാൽ അലാമത്ത് ഖൗഫില്ലാഹി തആല മഹാനവറുകൾ പറയാണ്, അള്ളാഹുവിനുള്ള ഭയം യതബയ്യനു ഫീ സബഅത്തി അശ്യാ, 7 കാര്യങ്ങൾ അത് സുവ്യക്തമാണ്. യതബയ്യനു ഫീ ലിസാനിഹി, അത് ഒന്ന് വെളിവാകുന്നത് നാവിലാകുമ്പോൾ ഫയംതനു ലിസാനു മിൽ കദ്ബി വൽ ഗീബത്തി വകലാമിൽ ഫുളൂൽ, നുണ പറയാം, മറ്റുള്ളവരെ പരിദൂഷണം പറയാം, അനാവശ്യ സംസാരം, ഇതിൽ നിന്നൊക്കെ നാവ് തന്നെ മാറി നിൽക്കും. വയജലു ലിസാനു മശൂരൻ ബിദിക്രില്ല വ തിലാവത്തിൽ ഖുർആൻ വ മുദാക്കറത്തിൽ ഇൽമി, ഇൽമ് പരസ്പരം ചർച്ച ചെയ്യുക, ഖുർആൻ പാരായണം, അള്ളാഹുവിൻ്റെ ദിക്ർ, ഇതുകൊണ്ട് നാവ് ജോലിയായിത്തീരും. അതെ, അള്ളാഹുവിൻ്റെ ഭയത്തിൻ്റെ ഒരു ലക്ഷണമാണ്. നമ്മിൽ ഇതുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്താം. വസാനി മഹാനവർ പറയുന്നു, രണ്ടാമത്തെ കാര്യം അൻ യഖാഫ ബി അംരി ബത്നിഹി, അവൻ്റെ വയറിൻ്റെ കാര്യത്തിൽ അവൻ അള്ളാഹുവിനെ പേടിക്കും. അപ്പോൾ ഫലാ യദ്ഖുലു ബത്നഹു ഇല്ലാ തയ്യിബൻ ഹലാല, നല്ലതല്ലാത്ത ഹലാലല്ലാത്ത ഒന്നും അവൻ്റെ വയറ്റിൽ പ്രവേശിക്കില്ല. വയക്കുലു മിനൽ ഹലാലി മിഖ്ദാറ ഹാജതി, ആവശ്യത്തിന് മാത്രം അനുവദനീയമായത് കഴിക്കും. മൂന്നാമത്തത് അൻ യഖാഫ ബി അംരി ബസ്രി, കണ്ണിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടും. അപ്പോൾ ഫലാ യൻദുറു ഇലൽ ഹറാമി,
ഹറാമിലേക്ക് അവൻ നോക്കില്ല, നിഷിദ്ധങ്ങൾ നോക്കില്ല. വലാ ഇല ദുന്യാ ബിഐനി റഗ്ബ, ഈ ഭൗതിക ആഡംബരങ്ങളിലേക്ക് അത്യാഗ്രഹത്തോടെ നോക്കില്ല. പിന്നെയോ ഇന്നമാ യകൂനു നദ്റുഹു അലാ വജ്ഹിൽ ഇബ്രത്തി, അവൻ്റെ നോട്ടവും ദൃഷ്ടിയുമെല്ലാം ചിന്താർഹമായിരിക്കും, പഠനാർഹമായിരിക്കും. റാബി, നാലാമത്തെ യഖാഫു യംദി യദി, കയ്യിൻ്റെ കാര്യത്തിൽ ഭയപ്പെടും. അപ്പോൾ ഫലാ യമുദ്ദന യദഹു ഇലൽ ഹറാം, ഹറാമിലേക്ക് അവൻ കൈകളെ ചലിപ്പിക്കില്ല. പിന്നമാ യമുദ്ദു യദഹു ഇലാ മാ ഫീഹി തഅത്തുല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിൻ്റെ താഅത്ത് ഇബാദത്ത് വന്നു ചേരുന്ന കാര്യങ്ങളിലേക്കാണ് കൈകളെ അവൻ പ്രവേശിപ്പിക്കുകയുള്ളൂ. അഞ്ചാമത്തെ യഖാഫു ഫി അംദി ഖദമൈഹി, രണ്ട് കാലിൻ്റെ കാര്യത്തിൽ അവൻ അള്ളാഹുവിനെ ഭയപ്പെടും. അപ്പോൾ ഫലാ യംശി ഫി മഅസിയത്തില്ല, അള്ളാഹുവിനെ എതിര് ചെയ്യുന്നതിലേക്ക് കാലുകൊണ്ട് അവൻ നടക്കില്ല. ആറാമത്തത് യഖാഫു ഫി അംദി ഖൽബിഹി, ഹൃദയത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടും. അപ്പോൾ ഫയഖ്റുജു മിൻഹുൽ അദാവത്തു വൽ ബഗ്ളാഉ വഹസദുൽ ഇഖ്വാൻ, മറ്റുള്ളവരുള്ള അസൂയ, ദേഷ്യം, പക, ശത്രു, ഇതൊക്കെ അവൻ്റെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇല്ലാതെയാകും. മാത്രമല്ല വയദ്ഖുലു ഫീഹി നസീഹത്തു വശഫഖത്തുൽ മുസ്ലിമീൻ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള കൃപയും സ്നേഹമൊക്കെ വന്നു ചേരും. ഏഴാമത്തെ അയ്യക്കൂന ഖായിഫൻ ഫി അംരി തഅതിഹി, അള്ളാഹുവിനെ കുറിച്ച് ഇബാദത്തിൽ അവൻ പടച്ചവനെ പേടിച്ചുകൊണ്ട് തന്നെയാവും. എന്ന് പറഞ്ഞാൽ ഫയജഅലു തഅതു ഖാലിസത്തുൻ വലില്ല, ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. പിന്നെയോ വയഖാഫു റിയാ വന്നിഫാഖ്, കാപട്യം, ലോകമാന്യം, ഇതൊക്കെ വന്നു ചേരുന്നതിനെ അവൻ ഭയപ്പെടും. മഹത്തുൽക്ക് പറയുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട, ഗൗരവത്തിലെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. ഏറ്റവും ചുരുങ്ങിയത് നാവിനെ തന്നെ നമ്മൾ സൂചിപ്പിച്ചല്ലോ. നാവിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? അബൂ ബക്കറുൽ ഖത്താനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഒരു ചീത്ത വിചാരം വന്നു ചേർന്നു. അത് നീങ്ങിപ്പോകാൻ വേണ്ടി ഞാൻ അയാൾക്ക് ചില സമ്മാനങ്ങളൊക്കെ നൽകി നോക്കി. പക്ഷേ അതുകൊണ്ടൊന്നും ആ ധാരണ എൻ്റെ മനസ്സിൽ നിന്ന് പോയില്ല. എന്നാൽ ഒരു ദിവസം അദ്ദേഹത്തെ കൈപിടിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയി ഞാൻ പറഞ്ഞു, അങ്ങയുടെ കാലുകൾ എൻ്റെ കവിളിൽ വയ്ക്കുക. അദ്ദേഹം അതിനൊന്നും കൂട്ടാക്കുന്നില്ല. ഒടുവിൽ ഞാൻ നിർബന്ധം പിടിച്ചപ്പോൾ അയാൾ സമ്മതിക്കുകയും അതോടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചീത്ത ധാരണ നീങ്ങിപ്പോവുകയും ചെയ്തു. കണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയം എവിടെ നിൽക്കുന്നു? ഹൃദയത്തിൽ ഒരാളെക്കുറിച്ച് അറിയാതെ എന്തോ ഒരു ധാരണ കുടുങ്ങിപ്പോയി. പക്ഷെ അത് ശരിയല്ലല്ലോ. അത് നീങ്ങിപ്പോകാൻ അയാളുടെ കാല് തൻ്റെ കവിളിൽ വയ്ക്കാൻ വേണ്ടി പറയുകയാണ്. എന്തൊരു വിനയമാണ്, എന്തൊരു മാറ്റമാണ് അവിടെ. അതെ, ഇതായിരിക്കണം നമ്മുടെ നോമ്പും നമ്മുടെ ജീവിതവും നമ്മുടെ ഓരോ കർമ്മങ്ങളിലും വന്നു ചേരേണ്ടത് എന്നത് പ്രത്യേകം എല്ലാ വിശ്വാസികളും വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നോക്കുക, നീ നോമ്പെടുക്കുകയാണെങ്കിൽ കളവിൽ നിന്നും ഹറാമുകളിൽ നിന്നും നിൻ്റെ കാതുകളും കണ്ണുകളും നാവും നോമ്പെടുക്കേണ്ടതാണ്. അയൽവാസികളെ ഉപദ്രവിക്കരുത്. ക്ഷമയും അച്ചടക്കവും നിനക്ക് ഉണ്ടായിത്തീരേണ്ടതുണ്ട്. നോമ്പിൻ്റെ ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരുപോലെയാകാൻ പാടില്ലല്ലോ. അതെ, ആകരുത്. ഈ രീതിയിലാകണം വൃത്തമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാ നാം തറാവീ നിസ്കാരത്തിലാണ്, ദാനധർമ്മങ്ങളിലാണ്, പകൽ പട്ടിണിയിലാണ്. വയറിനെ നാം കാലിയാക്കുന്നു. അതെ, നാം ഭക്ഷണം ഉപേക്ഷിക്കുമ്പോൾ അതിലൊരുപാട് ആത്മീയ രഹസ്യങ്ങളുണ്ട്, ഭൗതിക രഹസ്യങ്ങളുമുണ്ടല്ലോ. പലപ്പോഴും വയറ് നിറയ്ക്കലൊക്കെയാണല്ലോ പല അപകടങ്ങൾക്കും അബദ്ധങ്ങൾക്കും കാരണമായി തീരുന്ന, നാശങ്ങൾക്കും കാരണമായി തീരുന്നത്. അപ്പോൾ കുറച്ച് നാളേക്ക് പകൽ സമയം, ദീർഘസമയം വയറിനെ കാലിയാക്കുമ്പോൾ അതിൽ ഭൗതികമായ നേട്ടങ്ങളോടൊപ്പം തന്നെ ആത്മീയ ശുദ്ധിയും വന്നു ചേരുകയാണ്. ഒപ്പം നമ്മൾ പരിശുദ്ധ ഖുർആൻ ധാരാളമായി കൊണ്ട് പാരായണം ചെയ്യുന്നു. അതെ, നന്നായി പരിശുദ്ധ ഖുർആൻ ഓതണം. ഈ ധാരാളം ഖത്തുമുകൾ തീർക്കണം. മഹത്തുക്കളൊക്കെ അനവധി ഖത്തുമുകൾ, നമുക്ക് ഒരു ദിവസം ഒരു ജുസ് ഓതിയാൽ 30-ാം ദിവസം ഒരു ഖത്തം തീരും. ചിലർ 2 ജുസ് ഓതുമ്പോൾ അത് 2 ആഴ്ച കൊണ്ടൊരു ഖത്തം തീരും. അതിലും കൂടുതൽ ഓതുന്ന ധാരാളം വിശ്വാസികളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പലപ്പോഴും ശിക്ഷയെക്കുറിച്ച്, നരകത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. അതൊക്കെ പറയുമ്പോൾ മുഅ്മിനീങ്ങൾ, വിശ്വാസികൾക്ക് വലിയ ഭയം ഉണ്ടാകില്ലേ? ഉണ്ടാകും. അവർക്ക് കരച്ചിൽ വേണം, അവർക്ക് ദുഃഖം വേണം. അങ്ങനെയാണല്ലോ സഹാബത്തിൻ്റെയും ഒക്കെ മാതൃക
പൂർവികന്മാരായ മഹാന്മാരുടെയൊക്കെ കാര്യങ്ങൾ ഈ രീതിയിലാണ് കാണാൻ കഴിയുന്നത്. കരച്ചിലും ദുഃഖവുമൊക്കെ അവർക്ക് വരും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഖുർആൻ ഓതിക്കൊണ്ട് നിങ്ങൾ കരയുക, കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരയണം എന്ന് വരെ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ സജദയുടെ ആയത്ത് ഓതുമ്പോൾ കരച്ചിൽ വരാതെ സുജൂദ് ചെയ്യരുത്. നിങ്ങളുടെ കണ്ണ് കരയുന്നില്ലെങ്കിൽ ഹൃദയം കരയട്ടെ. കരച്ചിൽ വരാനുള്ള മാർഗം ഹൃദയത്തിലേക്ക് സങ്കടം കടത്തിവിടലാണ്. സങ്കടമുണ്ടാകുമ്പോഴാണല്ലോ കരച്ചിൽ വരുന്നത്. പറഞ്ഞു വന്നത്, മഹത്തുക്കളൊക്കെ അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ അതിൻ്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട്, അതിൻ്റെ ആ രസതന്ത്രം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ സൃഷ്ടാവായ ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ സന്ദേശമാണ്, വാക്യങ്ങളാണ് എന്ന ആ അതിമഹത്തായ ചിന്തയുടെ ഭക്തി മനസ്സോടെ നാം പരിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾക്ക് ഇടമുണ്ടാക്കണം. ധാരാളം ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കണം. നന്മയുടെ കവാടങ്ങൾ കൂടുതൽ തുറന്നു വയ്ക്കണം. തിന്മയുടെ എല്ലാ കവാടങ്ങളും കൊട്ടിയടക്കണം. ഈ വിശുദ്ധ വ്രതനാളിൽ എല്ലാ അർത്ഥത്തിലും ആ വ്രതത്തിൻ്റെ ആത്മാവ് സ്വായത്തമാക്കിയെടുക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ജഗന്നിയന്താവായ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.